എപ്പോഴും നമ്മൾ കുക്കിംഗ് വീഡിയോസും എല്ലാം ഇടല്ലേ. അപ്പോൾ ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ട് എൻ്റെ ഒരു പഴയൊരു പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്യാം. ഇത് ഞാൻ കേക്കൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ബോർഡാണ്. അപ്പോൾ ഞാൻ ഇത്ര മാത്രമേ ഈ പെയിൻറ്റിങ്ങിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ബാക്കിയും കൂടെ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പണിയായുധങ്ങൾ. ബാക്കിയുള്ള കളേഴ്സും സാധനങ്ങളൊക്കെ ഞാൻ എറണാകുളത്തൊക്കെയുള്ള വീട്ടിലേക്ക് കൊണ്ടുപോയി കേട്ടോ. അതൊക്കെ മെസ്സി കിടക്കുകയാണ്. പിന്നെ എനിക്കിങ്ങനെയാണ് ഇഷ്ടം. ഞാൻ ഡ്രോയിങ്ങിനൊക്കെ യൂസ് ചെയ്യാറുള്ള സാധനങ്ങളാണ് കേട്ടോ. കുറേ ഫാബ്രിക് പെയിൻറ്റും കമ്പിയും പീച്ചിങ്ങിൻ്റെതും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും എൻ്റെ ഒന്ന് ചായ മാറ്റിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു ടേബിളിൽ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ചെയ്ത് നോക്കാം. ഈ ബോർഡിൻ്റെ ബേസ് ലെയർ ഞാൻ ആദ്യം ഫെവിക്കോളിൽ വാട്ടർ മിക്സ് ചെയ്തിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ച് ഉണക്കിയിട്ടാണ് വരയ്ക്കൽ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് കളർ ചെയ്തുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ അധികം നേരമൊന്നും എടുത്തില്ല. പിന്നെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ നല്ല കളേഴ്സൊക്കെ നോക്കി കോമ്പിനേഷൻ ഡോട്ട്സ് ചെയ്തത് മറ്റേ ബ്രഷിൻ്റെ ബാക്ക് സൈഡ് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ റെഡ് കളർ കൊടുത്തത് ഒന്നുകൂടി ആ ലേഡിയുടെ ഫേസ് യെല്ലോ കൊണ്ടത് ഹൈലൈറ്റ് ചെയ്ത് കാണാനാണ്. പിന്നെ കുറച്ചുകൂടി ഒന്ന് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സൈഡിൽ കൂടെയും കൂടെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ എന്തായാലും ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ ഇതായിരുന്നു ആ ഇമേജ്. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു വാൾ ഹാങ്ങിങ് ആണ് ഇവളയുടെ. സോ അതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്തിട്ട് അത് വെക്കുക ചെയ്തത്. ഹോളിൽ ഒരു ഷോ പീസ് പോലെ ഇപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഓവറോൾ റിസൾട്ട് നന്നായിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.